നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മൾ സക്കീറ കാണാൻ പോകുന്നു. സക്കൂറ എന്താ പ്രൊണൗൺസിയേഷൻ? സക്കൂറ കാണാൻ പോകുന്നു. മറ്റേ ചെറി ബ്ലോസം പോലത്തെ വൈറ്റ് ഫ്ലവർ. തുലിപ്പാണോ? അതും തുലിപ്പല്ല, പക്ഷേ അത് രസമാണ്. അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. ഞങ്ങള് കൊറേ റീല് കണ്ടിട്ട് എനിക്ക് ഈ സമയം അറിയത്തില്ല ഗൈസ്. അവൾ ഇൻസ്പയർഡ് ആയി. എനിക്ക് അറിഞ്ഞൂടാ. ഇവളെയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പൊ നിങ്ങൾ നോക്കും, എവിടെ അമ്മു? എവിടെ? അമ്മു ഇല്ല ഗൈസ്. അമ്മൂന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പറഞ്ഞിട്ട് അവള് ഞങ്ങൾ ട്രാവൽ പാർട്ട്ണറിന്റെ കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കാണ്. തണ്ടിച്ചേട്ടനും അവളും കൂടി. അവളും വീഡിയോ എടുക്കുന്നതായിരിക്കും. അവള് ഞങ്ങൾ ആദ്യം 2 വീഡിയോ കൊണ്ട് ഞങ്ങൾ ഇടുന്നത്. ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഡൂസൽഡോഫിൽ വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. പിന്നെ അവളുമാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അവളുമാർ വേറെ സ്ഥലത്തേക്കുണ്ട്. അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടും. നിങ്ങൾക്ക് ഞാൻ വിളിച്ചത് റാമാണ്. ഇനി ബാക്കി ഞങ്ങൾ എവിടേക്കാ പോണേന്ന് വലിയ ഇതില്ല. എവിടെയെങ്കിലൊക്കെ പോകുമ്പോ കാണിച്ചു തരാം. പുതുതായിട്ട് തുടങ്ങിയ മാളാണ്. കോച്ചിന്റെ ഒരു വാലറ്റിൽ ഒരു ബാഗാണിത്. 550 യൂറോ. ഞങ്ങളൊരു മാസത്തെ ശമ്പളം തന്നെ. സ്വീറ്റ്സ് എനിക്ക് ഇവിടെ അങ്ങ് വീഴും. അതിന് 250 വരും. 229 വേണ്ട. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് എന്നതായിരുന്നു? റോയൽ ജ്യൂസ്. നമ്മുടെ നാട്ടില് സൂപ്പർ മാർക്കറ്റ്, ഞങ്ങളുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ കളറിലും ഉണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ തോന്നടി. പലതരത്തിലുള്ള മിഠായികൾ. €40 ജിന്ന് കണ്ടോ ഗൈസ്? 40. ഇതാണ് അയർ ലിക്കർ. ഇവിടുത്തെ ജർമ്മനിയിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു ലിക്കർ. പ്രായമായവരോട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നത്. അതെന്തെന്തോ ഒച്ചയാ? ആ സംഭവം ഉണ്ടാക്കുന്ന ഒച്ചയാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ സ്വാൻസ്. എന്തോ ജീവിയാ അത് നോക്കുന്നുണ്ട്. ആ ചേച്ചി ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ സൗണ്ട് കാണിക്കുന്നു. അപ്പം ആ ചേട്ടനെ കാണിക്കും. പുള്ളിക്കാരൻ അത് കാണിക്കുമ്പോഴാണ് അവർ നോക്കുന്നത്. കണ്ടാ? പക്ഷെ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്ത് ജീവിയെന്തോ. പ്രാവുണ്ട്. കുളിക്കുന്ന കുളിസീൻ എടുക്കണേ. അല്ല, അത് ഫുഡ് എടുക്കുക. നല്ല രസമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടോ? അത് പ്രാവാണ്. അത് പ്രാവാണ് ഗൈസ്. അത് പ്രാവാണ്. ഒരു ചേട്ടൻ വീഡിയോ എടുക്കുന്നു അതിന്റെ സ്പൂംസും ഫോട്ടോ എടുക്കുക. വൈൽഡ് ഫോട്ടോഗ്രാഫർ. ആ ബ്ലാക്ക് അങ്ങേറ്റത്ത് ആ ബ്ലാക്ക് രസമുണ്ടല്ലേ? ആ ബ്ലാക്ക് നല്ല രസമുണ്ട്. ഒരു ഇതിന് കൂടുതൽ യൂണീക്ക് ആയിട്ട് നിൽക്കുന്നു. നല്ല ചുമപ്പ് കളറാ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മള് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. പക്ഷെ ഞങ്ങൾ പൂവൊന്നും കണ്ടില്ല കേട്ടോ. 2 ഭാഗത്തായിട്ട് കുറച്ച് മരങ്ങളിലൊക്കെ പൂവുണ്ട്, പക്ഷെ വലിയ ചെറിയ ബ്ലോസം ഉണ്ട് ഗൈസ്. ഇതേ ഈ ഇതിനെ കാണിക്കാവേ. ഇവിടെ ഇരിക്കണത് നല്ല രസമുണ്ട് ഗൈസ്. ഇത് യൂണീക്കായിട്ട് ഫ്രൈ ഉണ്ടാക്കണം ഇതിന്റെ. അങ്ങനെ ഞങ്ങള് വേറൊരു പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ നടന്ന് കൊറേ പാർക്കിൽ പോകുന്നുണ്ട്.
പക്ഷെ കുഴപ്പമില്ല, നല്ല രസമാണ്. ഇങ്ങനെ എന്താ പറയാ, ബ്രോക്കൺ ആയിട്ടാ പാർക്കുകള്. നമ്മൾ നടന്നു വരുമ്പോൾ നമ്മള് വേറൊരു പാർക്കിലോട്ട്. പക്ഷെ സൺഡേ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറാണ് പ്രത്യേകിച്ച് എല്ലാവർക്കും അവധിയായോണ്ട് എല്ലാരും വെളിയിലിറങ്ങി സൈക്കിൾ ഓടിക്കണ്, പട്ടിയും കൊണ്ട് നടക്കണ്. സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ സത്യല്ലേ, എത്ര നാളായി സൈക്കിളൊക്കെ ഓടിച്ചിട്ട്. ഈ സൈഡിൽ കൊടുത്തിരുന്ന മരങ്ങളല്ലേ, അതെല്ലാം ഇങ്ങനെ ഫുൾ ഫ്ലവേഴ്സ് ആക്കിയിരിക്കും. കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇത് അടുത്ത മാസമൊക്കെ തുടങ്ങുമ്പോ ലൈക്ക് അങ്ങനെ കറക്റ്റ് അതൊരു ആ ടൈമിൽ ചെറിയ ബ്ലോസത്തിന്റെ ആണെങ്കിൽ മരം ആണെങ്കിൽ നല്ല രസം. ഇപ്പൊ നോക്ക്, ഉണങ്ങി കരിഞ്ഞ മരങ്ങൾ. അയ്യോ, നമ്മളെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡൊക്കെ പോലെ തായ് ജാപ്പനീസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് ഉള്ളത്. വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളതിൽ ഇപ്പം മാംഗോ സ്റ്റിക്കി റൈസ് തപ്പി നടക്കുകയാണ്. ഇതിങ്ങനെ അവിടുത്തെ കുറേ സാധനങ്ങളാണ്, ചിപ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ കുറേ സ്റ്റിക്കി ഫുഡ്സ് ഉണ്ട്. ഇത് മറ്റേ പോർക്കാണ്, പോർക്ക്, ബീഫ്, ലോലിപോപ്പ്. ഞങ്ങളിതാണ് വാങ്ങണത്, മാംഗോ സ്റ്റിക്കി റൈസ്. നല്ല ചേട്ടൻ. എന്താ ഡ്രിങ്ക്? മോരും വെള്ളവും ആയിരിക്കും. നമുക്ക് ഈ സാധനങ്ങളാണ് വേണ്ടത്. ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ വാങ്ങിച്ചിരിക്കണേ. ഇത് ഞങ്ങൾ തിന്നിട്ട് ഇത് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പാഡ് തായ്, തായ്ലൻഡിലെ ഒരു സ്ട്രീറ്റ് നൂഡിൽസ് ആണ് വിത്ത് പ്രോൺസ്, ചിക്കൻ, അതൊക്കെ. ഇത് നമ്മുടെ പോർക്ക് ബെല്ലി ആണെങ്കിൽ അവര് ബാർബിക്യൂ ചെയ്തതാ. ദിസ് ഈസ് സ്റ്റിക്കി മാംഗോ റൈസ്. എല്ലാം കേട്ടില്ലേ? കേട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചക്കയുണ്ട് ഗൈസ്, ചക്കയ്ക്ക് നല്ല റേറ്റാണ്. ഇട്ട് മാങ്ങയും സംഭവങ്ങളൊക്കെ. എന്താ അടയ്ക്കേ? ഞങ്ങളൊരു മാച്ച എടുത്തു. ഇതെൻ്റെ മാച്ച, ചേട്ടൻ്റെ മാംഗോ. ഒരു ബിൽഡിംഗ് ആണല്ലേ. ഇവിടെ എന്തോ ഒരു പരിപാടി ഗൈസ്. എന്താണ് കാണാൻ രസമുണ്ട്. ഞങ്ങള് വേറെ സ്ഥലത്തോട്ട് നല്ല രസമുണ്ടോ? പ്ലാൻസ് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അടി അതെന്തോ ഇത് ആപ്പിളിന്റെ കേട്ടോ, ഐഫോണിന്റെ. ഓ ഇതല്ലേ, പക്ഷെ രസമുണ്ട്. അങ്ങനെ നമ്മളിപ്പോ നിൽക്കുന്നത് റൈൻ ടവറിലാണ് ഗായ്സ്. ഏറ്റവും മണ്ടയ്ക്ക് വരെ ഉണ്ട്. ഈ ടവറിന്റെ പ്രത്യേകത വെച്ചാല് ഡ്യൂസൽഡോർഫിന്റെ മോസ്റ്റ് ഓഫ് ദി ഫേമസിൽ ഒന്നാണ് റൈൻ ടവർ. ഭയങ്കര എത്രയോ ഫീറ്റ് അടി മേളിലോട്ടുള്ള ഒരു ടവറായത്. നല്ല പൊക്കമുണ്ട്. വീഡിയോ കാണുന്നതിൽ നല്ല പൊക്കമുണ്ട് ഗൈസ്. അയ്യോ,
ഇത് മണ്ടയ്ക്ക് കയറിയ ഒന്നാണ് റൈറ്റ്. ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. കാരണം ഇതിന്റെ ഹൈറ്റ് ആണ് 1972 എന്തോ പണിയെടുക്കുകയാണിത്. ഏകദേശം 240 മീറ്ററോളം വലിപ്പമുള്ള ഒരു വലിയ ടവറിന്റെ മുന്നിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പ് മോസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതായിരിക്കും കൊളോൺ കത്തീഡ്രലിന്റെ കാര്യം. അതുവരെ കാണാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം 1.5 hours ട്രാവൽ ചെയ്യാനുണ്ട് കൊളോൺ കത്തീഡ്രലിലോട്ട്. അതുവരെ ഡ്യൂസൽഡോർഫിൽ നിന്ന് ഏകദേശം 30 minutes ഉണ്ട്. എന്നാലും അത്യാവശ്യം ദൂരമുണ്ട്. അതുവരെ നമുക്ക് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്ന പറയണേ. നമ്മളിപ്പോൾ ടോപ്പിൽ കയറുന്നില്ല. പാനോമൽ വ്യൂ ഉണ്ട്. അതായത് 360 പാനോമൽ വ്യൂ ആണ് ഇതിന്റെ വേറൊരു സവിശേഷത. നിങ്ങൾക്ക് കാണാൻ പറയാൻ പറ്റും. മേളിൽ ഗ്ലാസ് പോലെ ഒന്ന് കാണിച്ചു തരും. മേളിൽ ഗ്ലാസ് പോലെ ഉണ്ട്. അതിങ്ങനെ 360 ആംഗിളിലാണ്. ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതിന് സ്റ്റെയർസും ഉണ്ട്, എലിവേറ്റർ സംവിധാനം ഉണ്ട്. സ്റ്റെയർസ് ഇപ്പോ സാങ്കേതികമായി നിർത്തി വെച്ചേക്കാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. മേ ബി എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് കാണും. എലിവേറ്റർ ഇപ്പോഴും വർക്കിംഗ് ആണ്. നമുക്ക് കയറാൻ പറ്റും. നേരത്തെ ഉണ്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് നേരത്തെ കയറാൻ പറ്റും. വന്ന് കാണിച്ചാൽ മതി. ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അതിന് ഡയറക്റ്റ് മാർഗരറ്റ് ത്രൂ നമുക്ക് പറ്റത്തില്ല. അറിയത്തില്ല എന്താണെന്ന്. പക്ഷെ ഓൺലൈൻ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഫ്രണ്ട്സൊക്കെ ബൈ ബൈ. ഇതാണ് ആ സ്ഥലം. ഞങ്ങളിപ്പോൾ പോയി ഒരു പാർക്കിലൊക്കെ എത്തി. ഏത് പാർക്കാന്നൊക്കെ ചോദിച്ചാൽ നോഡ് പാർക്ക് ഇൻ ഡ്യൂസൽഡോർഫ്. കുറേ ഉണ്ട്. ഇതാണ് സ്ഥലം. കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആവണില്ല. അത്രയും ഉണ്ട്. ഹായ് ഹായ്. ഓ രസമുണ്ട്. വെള്ളം ഡാൻസ് കളിക്കണം. ഇത് ഇവിടുത്തെ ബ്ലൂമൻ റിംഗ് ആണ്. അതായത് പൂക്കളുടെ റിങ്. അധികം പൂക്കളില്ല, കുറച്ചുള്ളൂ. ഇത് ഏത് പൂവാണെന്ന് ഏതോ പൂവാണിത്, കണ്ടില്ലേ? കുറേ പേര് പിക്നിക്കിനൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ അവിടെ അവിടെ ഒക്കെ ഇരിക്കുന്നു. ഇപ്പം സമ്മർ ആയത് കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. കോയിപ്പോണ്ട് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഫിഷാണ്. അപ്പുറത്ത് വേറെ Görüyor musun balıkları? Balık. Atma oğlum, atma oraya. Bir şey atmamaz, tamam mı? Hadi bak buradalar, gel. കുറേ പേരിങ്ങനെ വേഷമൊക്കെ വെച്ചിട്ട് നല്ല സെറ്റിലാണ്. തന്നെയാണ് നോക്കണം. ആ വീഡിയോ എടുക്കണ ചേട്ടനെ കൊള്ളായിരുന്നു.